ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. 5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരാനിരിക്കെ തിരൂർ സ്വദേശി, എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് തിരൂർ. എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരാണ്. ഈ സംഭവം നടന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു 8 കിലോമീറ്റർ അകലെയുള്ള തിരൂർ സ്വദേശി മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന ഒരു യുവാവ്. 42 വയസ്സാണ് പ്രായം. സൗദിയിൽ വെച്ചിട്ട് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ഒരു വാർത്ത ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷമാണ് റഫീഖ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ബുധനാഴ്ച വൈകുന്നേരം നാട്ടിൽ പോകാൻ വേണ്ടി എല്ലാം പെട്ടിയൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കി വെച്ചത്. എന്നാൽ ചൊവ്വാഴ്ച രാത്രി നാട്ടിലേക്ക് പോകാൻ വേണ്ടി സ്വപ്നം കണ്ടു തുടങ്ങിയ റഫീഖ് ബുധനാഴ്ച പിന്നെ എഴുന്നേറ്റിട്ടില്ല. റഫീഖിന്റെ ജീവനറ്റ ശരീരമാണ് റഫീഖിന്റെ കൂട്ടുകാർ വന്നപ്പോൾ കാണുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് റഫീഖ് ചൊവ്വാഴ്ച രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചിട്ടും അതുപോലെ തൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ഉമ്മാക്കും കുടുംബക്കാർക്കൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി പെട്ടി കെട്ടിയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് റഫീഖും കൂട്ടുകാരൊക്കെ തമ്മിൽ പിരിയുന്നതും ശേഷം റഫീഖ് പോയി കിടന്നുറങ്ങുന്നതും. എന്നാൽ ഹൃദയാഘാതത്തെ തുടർന്ന് റഫീഖ് ആ ഉറക്കത്തിൽ നിന്ന് തന്നെ ഒരു ഉണരാത്ത ഉറക്കമായി പോയിട്ടുണ്ടായിരുന്നത്. 5 വർഷമായി റഫീഖ് നാട്ടിൽ വന്നിട്ട്. കാരണം കൊറോണ സമയത്തായിരുന്നു റഫീഖ് ആദ്യം നാട്ടിലേക്ക് വരാറുണ്ട്. പക്ഷെ അപ്പോൾ കൊറോണ ഒക്കെ ആയി. പിന്നീട് റഫീഖിന്റെ അവിടുത്തെ ജോലിയും പോയി. പിന്നെ ഭാഗ്യവശാൽ വേറൊരു അറബിയുടെ കീഴിൽ അവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ പുതിയൊരു ജോലി കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരാൻ പിന്നെ പറ്റാതായി റഫീഖിന്. പിന്നാണ് ഈ ഒരു 5 വർഷം നീണ്ടത്. ഈ 5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക്, അതും വീട്ടുകാരെ അറിയിക്കാതെ. ഇതിനിടയിൽ ഒരുപാട് പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ താന് നാളെ വൈകിട്ട് നാട്ടിലെത്തും എന്നൊന്നും ആരെയും റഫീഖ് അറിയിച്ചിട്ടില്ലായിരുന്നു. ആ റൂമിലുള്ള റഫീഖിന്റെ കൂട്ടുകാർ മാത്രമേ ഇത് അറിയുള്ളൂ. സർപ്രൈസ് ആയിട്ട് വീട്ടുകാരുടെ മുമ്പിൽ പോവാനായിരുന്നു റഫീഖിന്റെ പ്ലാൻ 5 വർഷത്തിന് ശേഷം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ചില സമയത്ത് അത് ശരിയാണ് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് മരണത്തിന്റെ ഓരോ കളികൾ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാവും റഫീഖ് അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. സൗദി അറേബ്യയിൽ റിയാദിൽ എക്സിറ്റ് 13 ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് റഫീഖ് ജോലി ചെയ്തു വന്നത്. അവിടുന്ന് ഏകദേശം 3 വർഷത്തോളം ആ ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് റഫീഖ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് 2 വർഷം വേറൊരു കമ്പനിയിൽ നിന്നും ലീവിന് പോവാൻ, കൊറോണ ആയതുകൊണ്ട് ലീവിന് പോകാൻ പറ്റാതെ ആയിട്ടാണ് ആ ഒരു 2 വർഷത്തെ ലീവ് അങ്ങനെ പോയത്. പിന്നെയാണ് റഫീഖ് ഈ ഒരു ഹൗസ് ഡ്രൈവർ ജോലിക്ക് മാറുന്നത്. 3 വർഷം ഇതിൽ നിന്നു. ഇതിനോടകം തന്നെ റഫീഖ് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മരണം റഫീഖിനെ തേടി വന്ന്. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം പെട്ടികെട്ടലും എല്ലാം കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ അതൊന്നും നമുക്ക് പറഞ്ഞ് അതൊക്കെ അനുഭവിക്കണം. 5 വർഷം തൻ്റെ വീട്ടുകാരെയും ഉറ്റവരെയും എല്ലാവരും വിട്ട് 5 വർഷം കിലോമീറ്ററുകളോളം അകലെയുള്ള സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് 5 വർഷത്തോളം ജോലി ചെയ്തിട്ട് നാളെ ഞാൻ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന, അതും സ്വന്തം വീട്ടുകാരെ അറിയിക്കാതെ അവർക്കൊരു സർപ്രൈസ് ആയിട്ട് 5 വർഷത്തിന് ശേഷം തൻ്റെ വീട്ടുകാരെ തന്നെ കാണുമ്പോൾ എന്താണ് അവരുടെ എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു റഫീഖിന്റെ തീരുമാനം. പക്ഷേ അത് എന്താ പറയുക, അതിനു മുമ്പ് റഫീഖ് മരണത്തിന് കീഴടങ്ങി എന്ന് അത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം റഫീഖിന് ഒരുപാട് ഇവർ കോൾ ചെയ്തു ഇന്നലെ ബുധനാഴ്ച രാവിലെ. അപ്പോൾ റഫീഖിന് കോൾ റിങ് ചെയ്യുന്ന റഫീഖ് കോൾ എടുക്കുന്നില്ല. അങ്ങനെ കൂട്ടുകാർ തെരഞ്ഞ് റൂമിൽ ചെന്നപ്പോഴാണ് റഫീഖിന്റെ ചലനമറ്റ ശരീരം അവിടെ കാണുന്നത്. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും അവര് പോലും വിങ്ങിപ്പൊട്ടി കരഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം 5 വർഷത്തിന് ശേഷമാണ് റഫീഖ് നാട്ടിലേക്ക് പോകാൻ ഈ തയ്യാറെടുപ്പുകളെല്ലാം എടുത്തത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മരണം റഫീഖിനെ തേടി വന്നത്. 5 ആണ്ടുകൾക്ക് ഇപ്പുറം റഫീഖ് നാട്ടിലെത്താൻ മണിക്കൂറുകൾ എണ്ണി റഫീഖ് ആ നിദ്രയിൽ ആണ്ടുപോയി. പക്ഷെ അതൊരു ഉണരാത്തൊരു നിദ്രയായിപ്പോയി. എന്തായാലും ഇതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് റഫീഖിന്റെ വീട്ടുകാർക്ക് പഠിച്ചവൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ റഫീഖിന്റെ മയ്യത്തുള്ളത് റിയാദിലെ ഷുമൈസി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ്. അവിടുത്തെ ക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് ബോഡി നാട്ടിലേക്ക് കൊടുത്തിട്ട് നാട്ടിൽ കബറടക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഒക്കെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്രവാസിയുടെ അവസ്ഥ.
ഇതിപ്പം 5 വർഷമായി റഫീഖ്. ചില ആൾക്കാർ ഹൃദയസ്തംഭനം മൂലമൊക്കെ ഇപ്പോൾ പ്രവാസികൾ മരണപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അന്യനാട് തേടി പോകുന്ന ആൾക്കാരെല്ലാം അവിടെ വെച്ച് മരണപ്പെടുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സങ്കടമാണത്. കാരണം നാട്ടിൽ നിന്നും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, വിദേശത്ത് പോകാൻ വേണ്ടി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മുഖത്തൊരു സങ്കടമായിരിക്കും. ഇനി എന്നാണ് ഉമ്മ പോലും കരയുന്നുണ്ടാകും, ഇനി ഞാൻ എന്നിന്റെ മകനെ കാണുമെന്ന്, ഭാര്യയും മക്കളും ഉപ്പയെല്ലാം. പക്ഷേ ചില വിധികൾ ഇങ്ങനെ ആവുമ്പോൾ ചില വീട്ടുകാർക്ക് അത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാവും. എന്തായാലും നമ്മുടെ പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനെല്ലാം പഠിച്ചോന് ക്ഷമ കൊടുക്കട്ടെ എല്ലാവർക്കും. അതിനുപരി എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള സന്തോഷമുള്ള ഒരു ജീവിതവും പഠിച്ചോൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.